നമ്മുടെ നാട്ടിലേതോ ഒരു വയലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നൊരു ഫീല്. ഈ ഒരു ബ്രിഡ്ജ് വെറൈറ്റി ആയിട്ട് തോന്നി, കാരണം മറ്റുള്ള ഫാമിലൊന്നും ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മീനാണ്. ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, പക്ഷേ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമയിൽ റാക്ക് നാച്ചുറൽ ട്രഷർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കൃഷിയാണ്. ഇതൊക്കെ കുറേ കൃഷി കാണുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചകൾ. കുറേ പഴയ വണ്ടികളൊക്കെ ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ആദ്യം കാണുന്ന ഒരു കുരങ്ങനാണ്. ഹലോ, ഇവിടെ ഒരു ഗ്യാരേജാണ്. ഒരു ഗ്യാരേജിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ. ഒരു പഴയ കാറുണ്ട്. പഴയ ഒരു മോട്ടോർ സൈക്കിൾ. അടുത്തതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ്. ഒരു ആടിൻ്റെ തലയാണ്. ഇതിനുള്ളിൽ കയറുമ്പോൾ പലതരത്തിലുള്ള പവഴപ്പുറ്റുകളാണ് ആദ്യം ഉള്ളത്. ഇതെല്ലാം പലതരത്തിലുള്ള സ്പൈസസാണ്. സ്പൈസസും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിത്തുകളും. ഇത് കണ്ടോ, ഇതിൻ്റെ കൈയാണ് ഒടിഞ്ഞു താഴെ പോയി. പണ്ട് കാലത്ത് ഇത് ജം ഓഫ് ഫയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതെല്ലാം പലതരത്തിലുള്ള ജമ്മുകളും അതുപോലെയുള്ള വിലപിടിപ്പുള്ള കല്ലുകളും ഒക്കെയാണ്. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടില്ല. ഈ ഒരു സെക്ഷനിൽ പഴയ ആയുധങ്ങളാണ്. മാർബിളൊക്കെ കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള ടോയ്സ്. ഇതിനുള്ളിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, പക്ഷേ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും എഴുതിയും വെച്ചിട്ടില്ല. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട്. പറഞ്ഞു തരാൻ ആരുമില്ല. അതാണൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത്. അതാണ്. ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 20 dirhams 10 dirhams ആണ് ഇവിടെ വില എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങാൻ പറ്റും.
ഇതും പലതരത്തിലുള്ള പഴയ കുറ്റികളാണ്. വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ പഴയ ആയുധങ്ങൾ, പഴയ പാത്രങ്ങളുണ്ട്. ഇത് സ്റ്റഫ്ഡ് ആനിമൽസാണ്. ഇവിടെ ഒരു വലിയ ആനക്കൊമ്പുണ്ട്, അതുപോലെ തന്നെ മാനിൻ്റെ കൊമ്പുണ്ട്. കുറുക്കൻ സ്റ്റഫ്. ഇതുണ്ടോ ഒരു കീരിയും പാമ്പ്. ഇത് മാനിൻ്റെ കൊമ്പാണ്. ഇവിടെ കുറേ പക്ഷികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതുണ്ട് ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ്. ചൈനീസ് മൂങ്ങ. ആമയുടെ തോട്. ഒട്ടകത്തിൻ്റെ എല്ലുകളാണ്. ക്രൊക്കഡൈലുണ്ട്. പഴയ ബൈനോക്കുലറുകളാണ്, ടെലിസ്കോപ്പ്. കോമ്പസാണ്. ഇതൊക്കെ ഈ വാനനിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതൊക്കെ വിലപിടിപ്പുള്ള പലതരത്തിലുള്ള കല്ലുകളാണ്, പല വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളാണ്. ചില സ്ഥലത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ പല സ്ഥലത്തും ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് പറഞ്ഞു തരാനും അറിയില്ല. ഇതുണ്ടോ കുപ്പി കൊണ്ടൊരു മരം. ഒരു കുതിരയുടെ പ്രതിമ. അടുത്ത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. വലിയൊരു ഏരിയയാണ്. നടന്നു കാണാനായിട്ട് ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു ഓപ്പൺ ഏരിയയാണ്. മുകളിൽ പനയോളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലമായിട്ട് മാറ്റിയിട്ടുണ്ട്. മാക്സിമം അവർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നൊക്കെയാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കുറേ പഴയ സാധനങ്ങൾ വാരിയിട്ടുണ്ട്. ഒന്നും മാത്രം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ, പഴയ സാധനങ്ങളുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതങ്ങനെയുണ്ട് കുറേ പഴയ ബോട്ടിൽ
അടുത്ത് എഡ്യൂക്കേഷണൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. പ്രൈവറ്റ് റൂം. ഓക്കെ, അവിടെ എൻട്രൻസ് ഇല്ല. മോഡേൺ മ്യൂസിയം. ഇവിടെയും കുറേ കളക്ഷനാണ്. പുതിയ കാലത്തുള്ള ടോയ്സാണ്, പഴയതല്ല. അതുകൊണ്ടായിരിക്കും മോഡേൺ മ്യൂസിയം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള പല പല സാധനങ്ങൾ, ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം പുറത്ത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പെയിൻറ്റിങ് ചെയ്തിട്ട് മനോഹരമായിട്ട് കാണാൻ ഭംഗിയുണ്ട്. ഇതും ഒരു പനയോല കൊണ്ട് കെട്ടിയിട്ട് താഴെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗ്രില്ല് ചെയ്യുന്ന എന്തോ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു, കറക്റ്റ് എന്താണെന്ന് അറിയില്ല. അടുത്തത് ഹിസ്റ്ററി ഓഫ് യു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. ഉള്ളിൽ യു എയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള പല പല സാധനങ്ങളാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഉപകരണങ്ങളാണ്. പാത്രങ്ങളുണ്ട്, അതുപോലെ ഒരു ഗ്രാമഫോണുണ്ട്. അവരുടെ ഡ്രസ്സാണ്. ഇപ്പം മഴയുള്ള സമയമാണ്, അപ്പോൾ ഇതിൻ്റെ റൂഫൊന്നും കാണുന്നില്ല, കാറ്റടിച്ച് പോയതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം നനഞ്ഞു കിടക്കുകയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു കിണറിൻ്റെ മോഡലാണ്. ഇത് കണ്ടോ, ഒരു പെയിൻറ്റിങ്. സാൾട്ട് കേവ്. ഇതാണ് സാൾട്ട് കേവ്. ഈ കാണുന്നില്ലേ, ഇത് ശരിക്കും ഉപ്പ് കല്ലുകളാണ്. ഫാമിംഗ് മ്യൂസിയം ഒന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ അടച്ചിട്ടിരിക്കുകയാണ്. ആമ്പൽ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്, അതും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഇതവരുടെ മെയിൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു തടാകം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവരുടെ ഓഫീസ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവരുടെ ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവരിവിടെ കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ വാങ്ങാൻ പറ്റും വരുന്നവർ. അതുപോലെ തന്നെ ഈ ഫാമിലുണ്ടാകുന്ന വെജിറ്റബിൾസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇവിടെ ഒരു മജ്ലിസ് ഉണ്ട്. ഒരു നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. നമുക്ക് കാഴ്ചകളിൽ ബാക്കിയുണ്ട്, നമുക്ക് അതൊക്കെ പോയി കാണാം. അതുപോലെ ചെടിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെടികളും വരുന്നവർക്ക് വാങ്ങാൻ പറ്റും. ഈ ഒരു ലൈന് മുഴുവൻ മുരിങ്ങയും കുറേ പച്ചപ്പും. മുരിങ്ങയൊക്കെ നന്നായിട്ട് കാഴ്ച നിൽക്കുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫാമാണ്.
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫാമാണ്. ഇതിൻ്റെ ഇവിടെ ഒരു മേളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു കുതിരയുണ്ട്, ഇങ്ങനെ ഒരു നടപ്പാത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. ഇതുണ്ടോ ഓസ്ട്രിച്ച്. നമുക്ക് താഴെ ഒന്നും കാണാൻ വേണമെങ്കിൽ മുകളിൽ നിന്നാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജ് വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം മറ്റുള്ള ഫാമിലൊന്നും ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. നമുക്കിങ്ങനെ മേളിൽ നിന്നിട്ട് താഴെയുള്ള കാഴ്ചകൾ മുഴുവൻ കാണാൻ പറ്റും. 20 ദിറംസാണ് അഡൾട്ട്സിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ കിഡ്സിന് 10 ദിറംസ്. റേറ്റ് അത്ര വലിയൊരു റേറ്റൊന്നുമല്ല. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ കൊടുക്കുന്ന റേറ്റിന് ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നടന്നൊരു വാച്ച് ടവറിൻ്റെ മേളിലെത്തി. ചുറ്റും കൃഷിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുറകിൽ ഫാമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ട്, മുഴുവൻ കൃഷിയാണ്. ഈ ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന്. 5 ദിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു കിലോയ്ക്ക് 5 ദിറംസ്. പുറത്ത് 5 ദിറംസിന് കിട്ടില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ തന്നെ ഫാമാണ്. അതുപോലെ തന്നെ ഇവിടെ ഫാം സ്റ്റേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഈ പുറകെ കാണുന്നൊക്കെ ഫാം സ്റ്റേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കുറച്ച് ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ വുഡൻ ഹട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നൈറ്റ് സ്റ്റേയും ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ച ഉണ്ടോ? ഒരു രക്ഷയില്ല. ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കും നല്ലൊരു വൈബാണ് ഉള്ളത്. ഇതിൻ്റെ സൈഡിൽ വാളില്ല. അപ്പോൾ കൊച്ചു കുട്ടികളുമായിട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷേ വീതിയുള്ള വഴിയാണ്. ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെയൊക്കെ എന്തോ കൃഷി ചെയ്തിട്ട് കൃഷി കഴിഞ്ഞു. ഇപ്പോൾ കൃഷി തീർന്നു. ഇവിടെ എല്ലാം ഫാം സ്റ്റേ ആണ്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് കാണാമായിരുന്നു. ഇവിടെ വരുന്നവർ ഇതിൻ്റെ മേളിലുള്ള ഈ വാക്ക് വേ ഇല്ലേ, ഇത് യൂസ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ ഫാമിൻ്റെ കാഴ്ചകളില്ലേ നന്നായിട്ട് കാണാൻ പറ്റും. വരുന്നവർ ഇതിൻ്റെ മേളിൽ കയറാൻ മറക്കണ്ട. നല്ല ഒരു അനുഭവമാണിത്. അങ്ങനെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി മേളിൽ നിന്ന് കണ്ട കാഴ്ചകൾ താഴെ നിന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു ഓസ്ട്രിച്ചുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമൽസാണ്. പിള്ളേരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മീനാണ്. ഇവിടെ എല്ലാം മീനുകളാണ്. അതുപോലെ ഇവിടെ കുതിരയുണ്ട്. കുതിരയുടെ മേളിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാൻ പറ്റും. 10 ദിർഹംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഫ്ലെമിംഗോസ് ആണ്. ഇതിൻ്റെ പുറത്ത് എന്ത് കൃഷിയാണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷേ കുറേ കൃഷിയുണ്ട്. ഈ ഭാഗത്ത് ഈന്തപ്പനത്തോട്ടമാണ്. കോഴികളും താറാവും അരയണ്ണവും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. വാഴ ഇതുണ്ടോ, പലതരത്തിലുള്ള മീനുകളാണ്, കളർഫുൾ മീനുകളാണ്. ഇവിടെ മണ്ണ് കൊണ്ട് പോട്ട് മേക്കിംഗ് നടക്കുന്നുണ്ട്. 10 ദിർഹംസാണ് ഇതിൻ്റെ ചാർജ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ പോട്ട് കൊണ്ടുപോകാൻ പറ്റും. एक का 10 dirham है वो लिखा हुआ है ब्रदर गुड. ഈ പച്ചക്കറിയെല്ലാം 5 ദിർഹംസിനാണ് അവർ കിലോയ്ക്ക് വിൽക്കുന്നത്. എല്ലാം ഫ്രഷായിട്ട് ഇപ്പോൾ ഇവർ ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണ്. ഞങ്ങളിവിടെ ഇതെല്ലാം കുറച്ച് വാങ്ങി. ഇവിടുത്തെ ഹോം സ്റ്റേയെ പറ്റി ഞാൻ ചോദിച്ചു. അപ്പോൾ 300 ദിർഹംസാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക്. അതായത് 24 ഹവേഴ്സിന് 300 ദിർഹംസാണ് ചാർജ് ചെയ്യുന്നത്. ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് വേണമെങ്കിൽ പുറത്തൊരു ഹോട്ടലുണ്ട്, അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവർ കൊണ്ടുവരും. ഞാൻ വിചാരിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ 2-3 മണിക്കൂർ കാണാനായിട്ടുള്ളതുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. മൃഗങ്ങളുമായിട്ടൊക്കെ കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുന്നത് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. നമ്മുടെ നാഷണൽ ട്രഷറിൻ്റെ തൊട്ട് പുറത്ത് അവരുടെ തന്നെ ഒരു ഫാമാണ്. ഇത് കണ്ടോ, ഞാൻ അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് ഇതിനകത്ത് കയറിയതാണ്. ഒരു രക്ഷയില്ല. ചോളമാണ്, ചോളം അടിപൊളി. ഇത് കണ്ടോ, നല്ല ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലേതോ ഒരു വയലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്നൊരു ഫീല്. ഇതുണ്ടോ, ചോളം കൃഷി ഒരു രക്ഷയില്ലാത്ത വൈവായിട്ടോ, കൊള്ളാം. ഇതുകൊണ്ട് ചുറ്റും കൃഷിയാണ്. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഫാമിൽ കയറണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോട്, നമ്മുടെ റാക്ക് ട്രഷറിലുള്ള സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ